കാട്ടുപന്നി ബൈക്കിൽ ചാടി അപകടമുണ്ടായ സംഭവത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന പുന്നേക്കാട് സ്വദേശി അഖിലിന്റെ ചികിത്സാ ചെലവ് വനം വകുപ്പ് വഹിക്കും. അപകടമുണ്ടായ പ്രദേശത്ത് റോഡിനിരുവശവും അടിക്കാട് വെട്ടിത്തെളിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആശുപത്രി ചെലവ് പൂർണ്ണമായും വനംവകുപ്പ് വഹിക്കുമെന്ന് അഖിലിനെ സന്ദർശിച്ച കോതമംഗലം DFO PU സാജു അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ അദ്ദേഹം നമ്മുടെ അക്ഷയ വഴി അപേക്ഷ സമർപ്പിക്കുന്നതോടെ തന്നെ അത് ക്ലോസ് ചെയ്ത് ഫണ്ട് കൊടുക്കാവുന്നതാണ്. കൂടാതെ നമ്മളിപ്പോൾ രണ്ട് സൈഡും കൂടുതലായിട്ട് കളിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കീരമ്പാറ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ മാവിൻചോട് ഭാഗത്ത് കാട്ടുപന്നി വട്ടം ചാടി ബൈക്കിലിടിച്ച് പുന്നേക്കാട് കളപ്പാറ ചൂരക്കോടൻ അഖിൽ രാജപ്പനാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം നടന്നത്. പരിക്കേറ്റ അഖിൽ കോതമംഗലം ബെസോലൂസ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. അപകടമുണ്ടായ പ്രദേശത്ത് റോഡിനിരുവശവും അടിക്കാട് വെട്ടിത്തെളിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. DFOയ്ക്കൊപ്പം റേഞ്ച് ഓഫീസർ PK ജലീൽ, കീരമ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VC ചാക്കോ, വാർഡ് മെമ്പർ ജിജോ ആന്റണി, CPM ഏരിയ സെക്രട്ടറി KA ജോയ്, സാബു വർഗീസ്, MS ശശി എന്നിവരും ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ഉള്ളംപന്നി വട്ടം ചാടിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. ആളിപ്പോൾ ബെസലൂസ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA മന്ത്രിതലത്തിൽ വരെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഞാനും കീരമ്പാറയിലെ പാർട്ടി സാഹചര്യമെല്ലാം ഒരുമിച്ചിടപെട്ട് ബഹുമാനപ്പെട്ട DFO നേരിട്ട് കാണുകയും ബഹുമാനപ്പെട്ട റേഞ്ചറുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അവർ വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഈ അപകടത്തിൻ്റെ പരിഹാരമാർഗം എന്ന് നമുക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് രോഗിയെ ഈ അപകടം സംഭവിച്ച അഖിലിൻ്റെ ആശുപത്രിയിൽ വന്ന് ബഹുമാനപ്പെട്ട DFOയും റേഞ്ചറും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ സന്ദർശിക്കുകയും ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ചെലവ് DFO അത് വഹിക്കാമെന്ന് ഉറപ്പുതരുന്ന ഒരു നിലയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.